എനിക്കുള്ള ഇത് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കാനാണ്. മോനെ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതെ, വേറെ ചില ഉപയോഗങ്ങളും നടക്കും. നല്ല കനുള്ള പാത്രം മതിയാ. നമുക്ക് അടി കൂടാനാണോ ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി. അമ്മ കഴിക്കുന്ന ആ ഒരു ഇഷ്ടല്ലേ, ആ സാധനം മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് നടത്താം. അട കഴിച്ച് ശീലമുള്ളൂ അല്ലേ? ഒരു പഴം കൂടി ബാക്കിയില്ല. അതവിടെ ഇരുന്നോട്ടെ, അതിനെ കൊണ്ട് വേറെ ഉപദ്രവൊന്നുമില്ലല്ലോ. അംബ്രോസിന്റെ കടി കിട്ടിയപ്പോ സമാധാനായ. മറ്റേ ടൊമാറ്റോ സോസ് വരുന്നില്ല, വലിച്ചെന്നുള്ളത് ഈ മറ്റേ നല്ല രസം ഉണ്ടാവും ഇല്ലേ? അടിപൊളി സാധനം. ഇത് ലാസ്റ്റ് കേട്ടാ, ഇതില് ഏറ്റവും ടേസ്റ്റ് ഈ അടയാണ് അതിനേക്കാളും സാൻഡ്വിച്ചിനേക്കാളും. അതെ, അന്നച്ച എനിക്ക് അതിന് ഇത്തിരി വേണം. നമ്മുടെ ഇൻഡസ് വാലിയുടെ 3ാം ഘട്ട കൊളാബറേഷൻ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ അവർ ഇത്തവണ നമുക്ക് അയച്ചു തന്നിരിക്കുന്ന പാത്രങ്ങൾ സൂപ്പർ പാത്രങ്ങളാണ്. നല്ല മുന്നത്തിൽ നല്ല തന്നെയായിരുന്നു, പക്ഷേ ഇത് കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുള്ള, എനിക്ക് ഇതുവരെ കിട്ടിയതിലേക്ക് വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പാത്രങ്ങളാട്ടാ. നമുക്കൊരു ചെറിയ കുടുംബത്തിനൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള പാത്രങ്ങൾ. ഒന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ഒരു സ്റ്റീമറാണ്. കേട്ടാ, വേറെ വല്ലതിനും ഉപയോഗിക്കാം ഈ പാത്രം തന്നെ അല്ലേ ചേട്ടാ? ഇതിൽ വെള്ളം വയ്ക്കുന്നു. ദേ കണ്ട, ഇതിൽ നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ചൂടാക്കാനോ അല്ലെങ്കിൽ ആവിമ വേവിക്കാനോ അങ്ങനെ ഇത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പാത്രം കേട്ടോ. ട്രൈപ്ലൈയുടെ പാത്രങ്ങളാണ്, നല്ല വെയിറ്റുള്ള നല്ല പാത്രങ്ങളാണ്. അടുത്ത പാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മുന്നേ ഞാൻ എടുത്ത് നോക്കിയതാണ്. അതുകൊണ്ടാണ് ഈ കവറൊക്കെ ഇത് പ്ലാസ്റ്റിക് കവറിലൊക്കെ ആയിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി വെച്ചതാ. വന്നപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതന്നെ. അപ്പോൾ നോക്കിയേ, ഞാൻ പറഞ്ഞ ഒരു ചെറിയ കുടുംബത്തിന് പറ്റിയ ഒരു സോസ് പാൻ, ചായ വെക്കാനാ വേറെ ഒന്നും. ഭയങ്കര വെയിറ്റ് ആട്ടാ. പിന്നെ കണ്ട കുഞ്ഞൊരു പാത്രം, ഇങ്ങനത്തെ വലുത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ, എനിക്കും ചേട്ടനും ജഗ്ഗുവിനും ഞങ്ങൾക്കൊരു ചെറിയ കുടുംബമല്ല, അതിൽ എപ്പോഴും ആ പാത്രം എടുക്കേണ്ടി വരാറില്ല. ആ പാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അടി വരക്കാനുള്ള സാധനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റാണ് നമുക്ക് ഈ പാത്രം. പിന്നെ ഇതൊരു സെറ്റാണ് കേട്ടോ, ഇത് ഒരു കോംബോ ആണ്, ഇത് 3ഉം കൂടിയിട്ട്. പിന്നെ വേണ്ട നമുക്ക് ഇങ്ങനത്തെയും പാത്രം നമ്മുടെ കയ്യിലുണ്ട്, ഇത്തിരി വലുതാന്ന് മാത്രം. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് ഇത് മതി. 3ഉം ഇതൊക്കെ ട്രൈപ്ലൈയുടെ പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ ഇൻഡസ് വാലിനെ കുറിച്ചിട്ട് വീണ്ടും ഞാൻ പറയണ്ടല്ലോ, നല്ല നമ്പർ 1 ബ്രാൻഡാണ് ഇന്ത്യയിലത്തെ. അപ്പോൾ ഇനി ഇതിൽ സാധനങ്ങൾ ഉണ്ടാക്കലൊക്കെ ഉച്ചതിരിഞ്ഞിട്ട് നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ സ്ഥിരം നമുക്കിങ്ങനെ ഇതിൽ കിട്ടണ കുറച്ച് സാധനങ്ങൾ, യൂസേഴ്സ് മാനുവൽ, അതായത് ബിഫോർ ഫസ്റ്റ് യൂസ് എന്ത് ചെയ്യണം, പാത്രം കഴുകി ഉപയോഗിക്കണം, കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസും. പിന്നെ ഇൻഡസ് വാലിക്കുള്ള പ്രോഡക്ട്സ് കണ്ടില്ലേ, അവരുടെ മറ്റേ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങൾ, പിന്നെ ട്രൈപ്ലൈയുടെ പാത്രങ്ങളൊക്കെ. നമ്മൾ ഉച്ച തിരിഞ്ഞ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സമയം വൈകുന്നേരം 7 മണിയായി. ഉച്ചയ്ക്കൊരു 2 മണിക്ക് 1 മണിക്കെങ്ങാനും ഉണ്ടാക്കാൻ വിചാരിക്കേണ്ടതായിരുന്നു. അപ്പം നമുക്കൊരു 4 മണിക്ക് ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഭയങ്കര കൃത്യനിഷ്ഠയായതുകൊണ്ടേ എല്ലാ കാര്യത്തിലും. ഇതിപ്പോൾ ഒരു 5 മണിയാകുമ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങണം എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നത് 7 മണിക്കാണ്. എപ്പോഴാണ് ഉണ്ടാക്കിയിട്ട് കഴിയണം, ഇത്ര മണിക്ക് തുടങ്ങി ഇത്ര മണിക്ക് ഷൂട്ട് അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഞങ്ങൾ തുടങ്ങാറ് എപ്പോഴും. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാത്രങ്ങൾ അൺബോക്സ് ചെയ്യണമൊക്കെ കണ്ടില്ലേ, ഇനി ഇത് ഞങ്ങൾ ഉപയോഗിച്ച് കാണിക്കാൻ പോവാണ്. ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. ഇതിലേ എനിക്കുള്ള ഇത് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കാനാണ്. മോനെ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇതിൽ ചായ ഉണ്ടാക്കാനുള്ളതാണ്, അത് പിന്നെ വളരെ എളുപ്പമുള്ള ചായ ഞാൻ വെച്ചോണ്ട് ഞാൻ ഉണ്ടാക്കണ ചായ ടേസ്റ്റ് എന്ന് ചേട്ടൻ എപ്പോഴും പറയാറുള്ളതല്ലേ. ഇതിന്റെ ഹാൻഡിലൊക്കെ കണ്ടാ നോക്കി എന്തൊരു രസാ കണ്ടാ. അത്യാവശ്യം നമുക്ക് വല്ല ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് അതെ, വേറെ ചില ഉപയോഗങ്ങളും നടക്കും. നല്ല കനുള്ള പാത്രം. എന്താ ചേട്ടന് പേടി? എനിക്ക് പേടിയൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കണത് ഗോതമ്പടയാണ് ഉണ്ടാക്കണത്. നമ്മുടെ അമ്മയ്ക്ക്, അതായത് എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഗോതമ്പട. അതുപോലെ തന്നെ എനിക്കും ഒരടി ഉണ്ടാക്കിയാൽ മതിട്ടാണ്. നിങ്ങൾക്ക് അടി കൂടാനാണോ ഒരടി ഉണ്ടാക്കിയാൽ മതി. കാരണം
ഇനി വേറെ സാധനങ്ങൾ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഞാൻ കണ്ടമാനാണ് ഉണ്ടാക്കണ്ട വെച്ചിട്ട് ഗോതമ്പട ഒരെണ്ണം ഉണ്ടാക്കിയാണെന്ന് പറയുന്നത്. ഗോതമ്പട ആണ് എല്ലാ ദിവസവും വൈകുന്നേരം അമ്മ കഴിക്കാട്ടാ, വയ്യാണ്ടതിന് ശേഷം കേട്ടാ. അപ്പോൾ ഇപ്പം അത് ഓർമ്മ വരാൻ എന്താ കാരണം എന്നറിയോ? നമ്മുടെ അനിലും ചേട്ടൻ എന്നിപ്പോൾ എന്നും പണിയുണ്ട്, പാടത്ത് പണി, നെല്ലുപണിയുണ്ടേ, ഭയങ്കര കഠിനമായ പണിയാണ്. അപ്പോൾ നെല്ലുപണി ഈ കൊയ്തിട്ടുള്ള നെല്ല് ലോറിയിൽ കയറ്റില്ലേ, ആ പാടത്തേക്ക് ലോറി വരും. ഞാൻ ഒരു നെല്ല് ചാക്കെടുത്ത് കയറ്റുന്നത് ഉണ്ടായിരുന്നു. ആ അപ്പോൾ അനിലും ചേട്ടൻ കാലത്തോട് ഭക്ഷണം കഴിച്ചിട്ട് പോവാ, പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വിശക്കും. ഉച്ചക്കിലേക്ക് ചോറൊക്കെ കൊണ്ടുപോകുന്നു തോന്നുന്നുണ്ട്. പക്ഷെ എന്നിട്ട് അനിലും ചേട്ടൻ എല്ലാ ദിവസവും കൊണ്ടുപോവുക ഈ ഗോതമ്പടയാണ്. അപ്പം ഞാനൊരു ദിവസം അങ്ങോട്ട് 2-3 ദിവസം മുന്നേ അങ്ങോട്ട് ചെന്നപ്പോണ്ട് ആള് നാളികേരം പൊതിച്ചിട്ട് കൊണ്ടുപോകട്ടാ. അപ്പം നാളികേരം ഈ അധികം മൂക്കാത്ത നാളികേരല്ലേ, ഇങ്ങനെ നല്ല വെള്ള കളറിലിരിക്കുക പൊതിച്ച് കഴിഞ്ഞപ്പോൾ ചിരട്ടേര പുറം ഭാഗമൊക്കെ. അപ്പം ഞാൻ നല്ല മൂക്കാത്ത നാളികേരാണല്ലോ, ഞാൻ വിചാരിച്ചു ബീഫാ അങ്ങനെ വല്ലതും വെക്കുന്നുണ്ടായിരിക്കും, കൊത്തിടാനാവും വിചാരിച്ചു. അപ്പോൾ ചോദിച്ചു പറഞ്ഞു അല്ല ഈ അടയുണ്ടാക്കണ്ടായിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെയാണേ, എന്താ കാലത്ത് തന്നെ അടയുണ്ടാക്കണേന്ന് ചോദിച്ചപ്പോഴാണ് പറയണേ, ചേച്ചി പറഞ്ഞ ഇതാണ് കൊണ്ടുപോകണേ, ഇന്നും ഇതാ കൊണ്ടുപോകണേന്ന്. അപ്പം ഞാൻ അമ്മയുടെ പോലെയായി എല്ലാ ദിവസവും ഇത്. അപ്പോൾ വേറെ ഒറ്റ സാധനങ്ങളും ആൾക്ക് ഇഷ്ടമില്ല അനിലും ചേട്ടന് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നേ ഈ കാര്യം. അതായത് അമ്മേരെ ആ അമ്മ കഴിക്കുന്ന ആ ഒരു ഇഷ്ടമല്ലേ, ആ സാധനം മക്കൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. ഇപ്പം ഇന്ന് കഴിച്ചാലും നാളെ വൈകുന്നേരം ഒരു 4 മണി 5 മണിക്ക് ആവില്ല, ഉച്ചതിരി ഒരു 4 മണി 5 മണിയാകുമ്പോഴേക്കും അമ്മ പറഞ്ഞു തുടങ്ങും എനിക്ക് വൈകുന്നേരത്തെ ഈ ഗോതമ്പട മതിയിട്ട മോളെ, നല്ലോണം നാളികേരം ശർക്കരയൊക്കെ വെച്ച്. അപ്പം അമ്മയ്ക്ക് ഇടയ്ക്ക് ഷുഗർ കൂടി, നമ്മൾ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ കൂടുമ്പോൾ മധുരം നാളികേരം ശർക്കരയൊക്കെ ഇത്തിരി കുറച്ച് കഴിഞ്ഞാൽ പറയാൾ ഇങ്ങനെയല്ല മോളെ ഇത്തിരി കൂടി വെക്കണം നല്ല രസം ഉണ്ടാവുള്ളൂ എന്ന് പറയും. നമ്മുടെ ഈ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഈ സാധനം ഈ പാത്രമൊക്കെ തേച്ച് കഴുകിയിട്ടാ, കാരണം നമ്മൾ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ഉപയോഗിക്കണേലും ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ അറിയാലോ അതിൻ്റെ ഉള്ളൊരു കറുപ്പ് കളറിലുള്ളൊരു അഴുക്ക് പോലത്തെ സാധനം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കുക. സരിത അട പരത്താൻ പോകണു. ഈ നേരം ഞാൻ ഇതിൽ കൂട്ടുണ്ടാക്കണം കുറേ നാളികേരം. ഇതാണ് ശരിക്കും പണ്ടത്തെ സാൻഡ്വിച്ച് അല്ലേ? കയ്യിൽ കേട്ടോ ഒരു മിനിറ്റേ. നാളികേരം ഇട്ടു, ശർക്കര പൊടി ഇട്ടു. മുന്നൊക്കെ ആകുമ്പോൾ അടയുണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേ, ശർക്കര ഉരുക്കി എടുക്കണ്ടേ, അരിച്ചിട്ടൊക്കെ എടുക്കണ്ടേ അല്ലേ? ഇപ്പം എളുപ്പമാണ് എല്ലാം. ശർക്കര ഇത് മതിയാ മിക്സ് ചെയ്തില്. ശർക്കര മധുരം വേണമെങ്കിൽ ഇട്ടോ, അതൊക്കെ മധുരത്തിനനുസരിച്ചിട്ട്. ശർക്കര പൊടി ഇട്ടു. നീ നേന്ത്രപ്പഴം ചെത്തിട്ടല്ലേ ആ നനവ് വേണം അതിലേക്ക് ഇത്തിരി ആക്കാം. ഒരു സ്വല്പം നനവാക്കട്ടെ. വേണ്ട വേണ്ട ആക്കണ്ട, അത് ഇതിലിടില്ലേ. എന്നിട്ട് പിന്നെ ഇത് ആവി കയറിയിട്ട് ചൂടാവുമ്പോൾ ആ ശർക്കര ഉരുക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇതാവും. എനിക്ക് എങ്ങനെയും കുഴപ്പമില്ല. നേന്ത്രപ്പഴം ഇങ്ങനെ ചെയ്തിട്ടാ അത് നടുമുറിക്ക് ആദ്യം നടുങ്ങനെയാക്ക്. ഇനി വീണ്ടാക്കണ നടുങ്ങനെ അതാക്കിയില്ല, ഞാൻ കണ്ടില്ല. ചെത്തിട്ടൂടാ കനം കുറച്ചിട്ട് ചെത്തിയിട്ട് ചേട്ടാ വേണമെങ്കിൽ. ഞാനടാ ഭവാനിലൊക്കെ കണ്ടിട്ടുള്ളത്, ഒരുവിധം തൃശ്ശൂരത്തെ പണ്ടത്തെ ഹോട്ടലുകളിലൊക്കെ കണ്ടിട്ടുള്ളത് അടയില് അവില. ഈ ഭവാനിലൊക്കെ ഇപ്പോഴും ഉണ്ട് അടാ, അവില് എല്ലാ സ്ഥലത്തും അവില്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടാ ഭവാനില് അട. അട പിന്നെ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമില്ല. അടയോട് ഭയങ്കര ആക്രാന്തമുള്ള ആളുകളുണ്ട് കേട്ടാ. കഴിക്കണ്ടെങ്കിൽ തന്നെ എനിക്ക് പൂവട ഇഷ്ടം. മിക്സ് ചെയ്യാട്ടാ. തല്ലേ ചേട്ടൻ കളിയാക്കും പൂവടാന്ന് പറഞ്ഞിട്ട്. അത്ര മതിയില്ലേ, ബാക്കിയുള്ള പഴം ഞാൻ തിന്നൂടെ? ഇതിപ്പോ കുറേ ആയില്ല ചേട്ടാ, ഇതേവരണം പരത്തി കഴിഞ്ഞു. പരത്തിയത് എനിക്കിട്ട് ചേട്ടൻ ഇതേ പിടിക്കാൻ പോയ ബാക്കി പഴം നല്ലോണം മതിയില്ലേ? രണ്ടടയല്ലേ വെക്കുന്നത്? ഞാൻ മടക്കട്ടെ? അയ്യോ ഇതെന്ത് ഇങ്ങനെയാക്കി വെച്ചാണ്, സെന്ററിലാക്കി വെച്ചാണ്. അത് സെന്ററിലേക്ക് ഈ കുഴപ്പമില്ല, സെന്ററിലല്ലാക്ക. അട കഴിച്ച് ശീലമുള്ളൂ അല്ലേ? അയ്യാ അതാ അങ്ങനെ ഇട്ടോ കിടന്നോട്ടോ കുഴപ്പമില്ല. അല്ല ഇവിടെ നിന്ന് ഇത്തിരി ആക്കിയിട്ടേ വേണം. ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാവരുത്, പകുതിക്ക് അങ്ങടിട അല്ലെങ്കിൽ പകുതിക്ക് ഇങ്ങടിട, മനസ്സിലായ?
ഇനിയിപ്പോൾ സാറില്ല, ഇനി മടക്കിക്കോ. അലൈൻമെന്റ് തെറ്റി. ഇത് സാറില്ല. മടക്കട്ടെ. ആ ഫില്ലിങ്സ് ഇത്തിരി കൂടിയ പോലെ അല്ലേ? അത് കൂടുതലാക്കി തന്നെയാണ്. അതെ. ഒരു പഴം കൂടി ബാക്കിണ്ടല്ലോ. അതവിടെ ഒരു ഇരുന്നോട്ടെ, അതിനെ കൊണ്ട് വേറെ ഉപദ്രവമൊന്നുമില്ലല്ലോ. ഇന്നസെന്റ് പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്കാണ് ഈറ്റിട്ട് എനിക്ക് കഞ്ഞിതായോ വെള്ളം തായോ എന്നൊന്നും അത് പറയില്ല. അവിടെ നോട്ടെ വിട്ടുകൊണ്ട് വെള്ളം വെച്ച് ചേട്ടാ ഇവിടെ വെള്ളം വെക്കണം. വെള്ളം വരലൊന്ന് മുക്കാനായിട്ട്. ദൈവമേ, ഞാനല്ല ഈ ഗോതമ്പ് പരത്തണേ. ചേട്ടൻ്റെ മുണ്ടുമ്പോ നിറച്ച് ഈ മാവായി ഉണ്ടല്ലോ. ഞാനൊന്നും തൊട്ടിട്ടില്ല. നീ എൻ്റെ മൂടുമ്പോ ഞാൻ ആവശ്യത്തേക്ക് വന്നിട്ടില്ല. അല്ലാണ്ട് പിന്നെ ഇങ്ങനെ വരാൻ ഒരു വഴിയില്ല. നല്ല രസമായിട്ട് ഈ സമയത്ത് നോക്കിയേ നമ്മുടെ വീടിൻ്റെ പരിസരം. എന്ത് രസമാണ്. ഇവിടെയൊക്കെ ഓടി നടക്കാൻ തോന്നുന്നു നമുക്ക്. കണ്ട എന്തൊരു ശാന്തമായ അന്തരീക്ഷം. നല്ല രസമല്ലേ കാണാനായിട്ട്. ജഗു അവിടെ മറ്റേ അംബ്രോസ് ചാർലിനെ കടിച്ചു. അപ്പോൾ ജഗു അങ്ങോട്ട് പോയേക്കാം. ജഗു കുളിക്കാൻ പോയേക്കല്ല അകത്തേക്ക്. ജഗു സൈക്കിളായിട്ട് പോയില്ലേ? ആ അംബ്രോസിൻ്റെ അടുത്ത് പോയി. അല്ല ചാർലിയുടെ അടുത്ത് പോയി. ആവിയോന്ന് ഇറങ്ങി കരുതേ. ആ വെച്ചോ. ഇതിലാ ആവി വരുന്നു കേട്ടോ. മതി, ഓവറാവണ്ട ചേട്ടാ. ചേട്ടൻ കഴിച്ചോ. അമ്മയ്ക്ക് ഉണ്ടാക്കുമ്പോൾ പഴം ഇടാറില്ല ചേട്ടാ. ശർക്കര നാളികേരവും നല്ലോണം ഇടും. അങ്ങനെയാണ് ഉണ്ടാക്കാറ്. അത് കഴിക്കാനല്ലേ. ഇത് അടിപൊളിയായിട്ട് ആവി വരുന്നുണ്ട്. വെക്കുമ്പോൾ സൂക്ഷിക്കണം, കൈമിലേക്ക് ആവി വരാണ്ട്. കുഴപ്പമില്ല ചേട്ടാ. ആവി എങ്ങനെ ഇത് ഈ മധ്യല്ലേ, അതെ ഈ ഭാഗല്ലേ, ഇത് സെൻട്രൽ വരണ്ടായിരുന്നു. അതെ, അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഇടണം. അതങ്ങോട്ട് ഇട്. മീത കയറന്നോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഇഡ്ഡലി ചെമ്പൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ചോറ് ചൂടാക്കാനും കറികൾ ചൂടാക്കാനും എല്ലാതും സ്റ്റീം, ബിരിയാണി ചൂടാക്കാം, എല്ലാതും ഈ ആവി കയറ്റാൻ അടിപൊളിയ പാത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്രാവശ്യത്തെ പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഈ അടുത്ത പാത്രം എടുത്തുട്ടാ. അയ്യോ, എനിക്ക് ഈ പാത്രമൊക്കെ എന്തൊരു ഇഷ്ടമായി. അപ്പോഴേ നിങ്ങൾക്ക് ഈ പാത്രങ്ങൾ വേണമെന്നുണ്ടെങ്കിലേ ഇതെന്നല്ല, ഇവരുടെ കുറേ ടൈപ്പ് പാത്രങ്ങളുണ്ട്. അതിലത്തെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതിൽ കയറിയാൽ മതി. പിന്നെ നമ്മുടെ ഒരു കൂപ്പൺ കോഡ് ദേ ഇവിടെ കാണിച്ചാണ്. കൂപ്പൺ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ട്രൈപ്ലൈ പാത്രങ്ങളാണിത്. ഇത് ഇൻഡക്ഷൻ ബേസ്ഡ് ആണ് കേട്ടോ. ഇൻഡക്ഷൻ അടുപ്പിലും വെക്കാം, സാധാരണ ഗ്യാസ് സ്റ്റൗവിലും ഒക്കെ വെക്കാൻ പറ്റുന്ന പാത്രങ്ങളാണ് ഇതെല്ലാം. 100% ടോക്സിൻ ഫ്രീ, നോൺ റിയാക്റ്റീവ് നേച്ചർ, വേഴ്സറ്റൈൽ കുക്ക് വെയർ. അപ്പോൾ നമ്മളിനി ഈ പാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോണത് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാട്ടാ. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. ചെയ്തോ. ശരിക്കും അതന്നെ മതി. നമ്മൾ പിന്നെ എല്ലാ പാത്രങ്ങളും ഉപയോഗിച്ച് കാണിക്കേണ്ടത് കൊണ്ട് നമ്മൾ ഇതിലും കൂടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. ഇതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞത് ഇത് മുഴുവൻ എടുക്കണം. ഇട്ടോ, പച്ചക്കറി ഇല്ലേ മുഴുവട്ടോ. കേബേജ് ഇതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചു. ഇത്തിരി അധികമായാലും കുഴപ്പമില്ല, ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ സബോള അരിഞ്ഞത് ഒരു പകുതി സബോള, പിന്നെ ക്യാപ്സിക്കം എന്നാൽ ശരി മുഴുവൻ ഇട്ടു, എല്ലാം ഇട്ടു കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു, പിന്നെ കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ്, കുത്തിപ്പൊടി മുളക്, ഒരു തരി ഇടണുള്ളൂ. പിന്നെ ഇടുന്നതാണ് ഒറിഗാനോ. ഇതിട്ടില്ലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉള്ളവർ ഇട്ടാൽ മതി. ഇത്രയും സാധനങ്ങളിട്ടു. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോണ സാധനം കിട്ടാന്നറിയോ? ആ, നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ലേറ്റ് ഇട്ട് നിന്നിട്ട് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായില്ലേ. ചെയ്യാറുണ്ട്, ബാക്കിലാണ് ചെയ്യാറ്. ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് കുറേ നാളായി. ഓരോ ബ്രെഡ് വീതം ആക്കിയാൽ മതിയാ. അതൊക്കെ ചേട്ടൻ്റെ ഇഷ്ടം. 2 ബ്രെഡ് വീതം ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. കിടക്കട്ടെ.
ആ ഇളക്കിക്കോ. നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല സാധനം. തൈ ഞാനാക്കാം. തീയ വേണ്ടല്ലോ സാർ, നൈസ് തീ മതിയില്ലേ? ആ അത് ഔട്ട് കേട്ടാ, മറച്ചിട്. മറച്ചിടാറായിട്ടില്ല. ഇതാണ് ഈ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ്സ് കേട്ടാ. ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സാധനം ഇതാണ്. അവിടെ പാലുകാച്ചൽ, ഇവിടെ കല്യാണം, അതുപോലെ ഉണ്ടല്ലോ ഇതിനെ ഷൂട്ടിങ്. ഉപ്പിട്ടു അതില് ആട്ടും. നമ്മുടെ അടവേ പറയണ്ട കേട്ടോ, നോക്കിയോ നമുക്ക് വെറുതെ അട വെന്തുണ്ടാവും, കാരണം അത് വളരെ കനം കുറച്ചിട്ടുള്ള അരിയാണ്. ഓഫ് ചെയ്യാം നമുക്ക്. അവിടെ തീ ഓഫ് ചെയ്തിട്ടേ ഓഫ് ചെയ്തോ, മാറ്റി ഇറക്കിന്ന് വെച്ചാലോ അത്. ആ അതിന് എന്തേ ചൂടുണ്ട്. ഇത് ചൂടുണ്ടാവില്ലേ? അതിൽ പാത്രത്തിന് ഭയങ്കര ചൂട്. അല്ല, മൂടി തുറന്നിട്ട് അത് അട എടുത്തിട്ട് ഇതിലേക്ക് വെച്ചോ. കുറച്ചേരം അടയും തുറന്ന് മാറ്റി വയ്ക്കാട്ടാ. കണ്ട അട എടുത്ത് വെച്ചോന്ന് വെച്ചാൽ അതിന്ന് എടുത്തിട്ട് ഇതിലേക്ക് വെച്ചോ ചേട്ടാ. ഇത് ബ്രെഡ് ആയിട്ടാ, അപ്പം നമ്മൾ എടുത്ത് വയ്ക്കാം. ആ പാത്രം, ആ പാത്രത്തിൽ അത് കുഴപ്പമില്ല, അത് മറ്റേതിൻ്റെ പച്ചക്കറി. അപ്പോൾ ശരിയാക്കട്ടെ. എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ ഇല്ല, അത് മാറ്റി വെച്ചോ, അതിൽ നിന്ന് എടുത്ത് വെക്കാടാ. അടയിട്ട് കേട്ടാ, ഈ പാത്രം ഇതിന് തീ ഓഫ് ചെയ്തിട്ടാ. അട കണ്ടിട്ടില്ലേ? അടവൊക്കെ വന്നിട്ടുണ്ട്. വേണ്ട, അട വന്നിട്ടുണ്ട്, അട വന്നിട്ടുണ്ട്. അത് അട എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടാ ഇത് പ്രത്യേകം ഇവിടെ കൊണ്ടുവച്ചേക്കണത് കേട്ടാ. എന്നിട്ട് ഇത് ഉപയോഗിച്ചില്ലല്ലോ. ചാർലിയെ അംബ്രോസിന്റെ കടി കിട്ടിയപ്പോ സമാധാനായ്യാ. നോക്ക് നോക്ക്, കടി വാങ്ങിച്ചു വന്നോക്കണോ. ഒരുത്തന്നെ ഇരിക്കുന്നത് കണ്ടില്ലേ? ഇത് വേറെ കടി കിട്ടിയിട്ടുള്ളത്, അത് വേറെ കടി കിട്ടിയപ്പോ വന്നിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴൊക്കെ അവൾ ഓടിക്കാറുള്ളതാ ഇവനെ, ഇമ്രാനെ. ഇത് ഇറക്കി വയ്ക്കാലോ നീ. അത് ഇറക്കി വെച്ചോ. അപ്പൊ നമ്മുടെ ഈ പാത്രം തന്റെ ആവശ്യം കഴിഞ്ഞു. ഇത്ര മതിയോ? ആ, അപ്പൊ നമ്മുടെ പാത്രം നമ്മളിവിടെ വെച്ചുകൂട്ടാ. മതി. അയ്യോ അധികമായാ? ഒത്തിരി ബട്ടർ കൂടി കേട്ടോ, കുഴപ്പമില്ല, ഭംഗിയുണ്ട്. ഭംഗി ഇതെന്തുട്ടാന്നിച്ചിട്ടാ പറയണേ ഭംഗി ഉണ്ടാവുന്നു? ഭംഗി ഞാൻ വെറുതെ പറഞ്ഞാണ്, ഒരു ഭംഗി വാക്ക് പറഞ്ഞതല്ലേ. നമ്മുടെ പാത്രം ചൂടായപ്പോൾ ബട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലേക്ക് എങ്ങനെ ഉണ്ടാവുന്നത് അറിയില്ല ചേട്ടാ. ഇതൊരു ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം ആ ചേച്ചിയുടെ പേരൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം ആള് കണ്ടുപിടിച്ചതൊന്നുമല്ല, ആളെന്തോ യൂട്യൂബിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ വേറെ എവിടെ നിന്നോ കിട്ടിയിട്ടുള്ളതാ. വെജല്ല, മുട്ടയുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതില്? ആണോ? ആ, ഇതിങ്ങനെ മറിച്ചിട്ടിട്ട് കറക്റ്റായിട്ട് ഇതായിട്ടുള്ള നല്ല സാധനം. അടിപൊളി. ഭയങ്കരമായിട്ട് വേവൊന്നും വേണ്ട, ഇതിപ്പോ തന്നെ തിന്നാം, നല്ലത് ശരിയാവുള്ളോ. ആ അതേതാ ഇതിലേക്ക് നടുവിലേക്ക് എടുത്ത് വയ്ക്കല്ലേ വെറുതെ. വേണ്ട, ഒരെണ്ണത്തിൻ്റെ ഒരു ബ്രെഡിന്റെ മേലെ മയോണൈസ്. മയോണൈസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ആ തേക്കണം. ഒരെണ്ണത്തിന്റെ ഇവിടെ ഇതും തേച്ചുണ്ണിയെ, മറ്റേ സാധനം ടൊമാറ്റോ സോസ്. അയ്യോ തീ കൂടിയിട്ടാണ് ഇരുന്നോടുന്നത്. ആ ഇത് മറച്ചിട്ടു കേട്ടാ. ടൊമാറ്റോ സോസ് വരുന്നില്ല? വരും. അയ്യോ അടിപൊളി. ഇത് എടുക്കാൻ പോണോ നീ? ഞാൻ എടുക്കട്ടെ. ഇതിന്റെ മുകളില് സരിത കൊണ്ടു വയ്ക്കുന്നു. ഇതില് സൂപ്പർ. ഇനി മറ്റേ സാധനം ഉണ്ടെങ്കിൽ വെക്കാട്ടാ. ജഗ്ഗു അതൊക്കെ ഇല്ലാന്നോണ്ടല്ലോ. വെച്ചോ. മറ്റേ സാധനം എന്തൊരു സാധനം ദൈവമേ, ഷീറ്റില്ലേ മറ്റേ സാധനം ഇല്ലടാ ജഗ്ഗുവാ, ഷീറ്റില്ലേ ഇങ്ങനെ വെക്കണതില്ലേ? അല്ല, ബർഗറിന്റെ ഉള്ളിലൊക്കെ വെക്കില്ലേ? വലിച്ചെന്നുള്ളത് ഈ മറ്റേ വെട്ടം സിനിമയില് മറ്റേ സലൂതണത് തബല ഇതില് വെക്കില്ലേ? ചീസ് വലിച്ചെന്നുള്ള സാധനം. ചീസ് വലിച്ചെന്നീളൂ. പിന്നീട്
അതല്ലേ മറ്റേ കാണിക്കുന്നത്. അത് മൊസറുള്ള ചീസല്ലേ, ഞാൻ പറഞ്ഞ മറ്റേ ഷീറ്റില്ലേ, അത് ഇവിടെ ഇരിക്കാറുണ്ടല്ലോ. ഒരെണ്ണണ്ടാ വേണമെന്നുണ്ടെങ്കിൽ വെച്ചോ, ഒരെണ്ണത്തിൽ വെച്ചോ. ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നീ തിന്നോക്കി കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. ചൂടാറി കഴിച്ചോ, വായ്പുള്ളിക്ക് ഇരിക്കട്ടോ ഉണ്ണിയെ. അയ്യോ വായ്പുള്ളി, ഇതില്ലേ വായ്പുള്ളി നല്ല രസം ഉണ്ടാവും ഇല്ലേ, അടിപൊളി രസമായിരിക്കും. ഇതിന്റെ മുഖം നോക്കിയേ, 1000 പൂർണ്ണചന്ദ്രന്മാർ ഉദിച്ചു. അതുപോലെയാണ് ജഗ്ഗുവിന്റെ മുഖം. എനിക്ക് പോലും ഓർമ്മ പശുക്ക് വരുന്നതേ എന്തേ അല്ല ചീസിന്റെ പേര് വരില്ലെന്ന്. ചേട്ടൻ ഇവിടെ നിന്നിട്ട് തെറ്റിക്കാൻ നിൽക്കാന്ന് വലിച്ചിട്ട് നീയുള്ള സാധനം. കപ്പലൊക്കെ കഴിഞ്ഞു. എങ്ങനെ അച്ഛൻ്റെ പേടിയായിരുന്നു? അടിപൊളി സാധനം. അപ്പൊ അടായിരിക്കും വേണ്ടേ, നാടൻ സാൻഡ്വിച്ച് ആയിരിക്കും വേണ്ടേ. ഓ പാവം, എന്തിനോ വേണ്ടി. ഇവിടെ ഒരു സാഡ് മ്യൂസിക് ഇട്ട് കൊടുത്തോളൂ, എനിക്ക് വേണ്ട. സൂപ്പർ സാധനം കേട്ടോ. അപ്പതേ നമ്മള് ഇതിന്റെ ഇടയിൽ നമ്മള് ഒരെണ്ണം തിന്നുന്നുണ്ട് കേട്ടാ. അപ്പൊ അത് കഴിക്കാൻ ആളില്ലേ, പാവാടാ. അത് കഴിക്കേട്ടാ, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് സമയം കൊടുക്കാം. ഇത് കയ്യോടെ കഴിക്കുന്നതാണ്, മയണൈസുള്ളതാണ്. ഓ അത് ശരിയാ. അതിലേക്കൊരു കടി തെറ്റാ, എനിക്ക് വേണ്ട കടി. നല്ല ഇഷ്ടായില്ലേ ചേട്ടന്? ചേട്ടൻ ഇത് ആവണു, ചേട്ടനെ ഏൽപ്പിച്ച പണി ചേട്ടൻ ശരിക്കും ചെയ്യണില്ല ചേട്ടാ. ഓരോ ബ്രെഡ് വെച്ചിട്ടാക്കിയാ മതി ചേട്ടാ. ഇതില് ബട്ടർ ഇല്ലേ, ഇനി ബട്ടറേ വറ്റിപ്പോയതായിരിക്കും. ബട്ടറാക്കൂ. പണ്ട് അച്ചാച്ചനൊരു കഥ പറയേ, അതുകൊണ്ടാക്കിക്കോ. അത് മയണൈസ് എടുക്കണം. അച്ചാച്ചനൊരു കഥ പറയും പണ്ട് കേട്ടാ, 1978 പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. ഹനുമാനെ ഞങ്ങളുടെ പോയിരുന്നു. പോകുമ്പോൾ ഹനുമാൻ്റെ കയ്യിൽ വെണ്ണ കിട്ടി, വെണ്ണയുണ്ടായിരുന്നു. വെണ്ണ ഇങ്ങനെ പോകുമ്പോൾ കുരങ്ങന്മാരിക്കുന്നുണ്ട്, ഒരു കുരങ്ങൻ്റെ കയ്യിൽ കൊടുത്തു. ഈ വെണ്ണയും പിടിച്ചിട്ട് ഞാൻ വരുന്ന വരെ കയ്യിൽ പിടിച്ചിരുന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുരങ്ങൻ ഒരു മിനിറ്റാ ബ്രെഡ് എടുത്ത് വെക്കിട്ടാ, ഒരു ബ്രെഡ് വെച്ച് മതിയാ, ഓരോന്നിശാക്കിയാ മതി. ഇത് കൂടി അത് തെറ്റിപ്പോയി. ഞാൻ വെണ്ണാരെ കാര്യം പറഞ്ഞു. അപ്പോൾ കുരങ്ങൻ പിന്നീട് ബ്രെഡും പിടിച്ചിട്ടില്ല, വെണ്ണയും പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പം വെയിൽ വന്നപ്പോൾ ഉരുക്കിപ്പോയി, വെണ്ണ ഉരുക്കി കുരങ്ങൻ്റെ ഇതുണ്ട്. ഹനുമാൻ ഇങ്ങനെയാണ് ഗതിയും തോളത്ത് വെച്ചിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ചോദിച്ചു, കുരങ്ങനോട് ചോദിച്ചു വെണ്ണ പിടിക്കാൻ ചോദിച്ചു. അപ്പോൾ കുരങ്ങൻ ഇത് പിടിക്കുന്ന നോക്കി, എന്നിട്ട് ഹനുമാൻ്റെ മോതിക്ക് നോക്കി, ഇതിലേക്ക് നോക്കി. ഇത് അപ്പം എവിടെ വെണ്ണാന്ന് ചോദിച്ചു. അപ്പോൾ ആള് കുരങ്ങൻ ഒരു ഇളി ചിരിച്ചു. മനസ്സിലായില്ലേ, ഒരു ഇളി ചിരിച്ചു. ആ വഴിക്ക് ഹനുമാൻ ഗത എടുത്തിട്ട് ഒറ്റ ഓങ്ങി ഒഴുകി. കുരങ്ങൻ പറഞ്ഞു ഉരുകിപ്പോയിന്ന്, ശരിക്കും വായിന്ന് വർത്താനം വന്നു. മനസ്സിലായില്ലേ? സംസാരിക്കാത്ത കുരങ്ങൻ മലയാളത്തിൽ ഉരുകിപ്പോയി എന്ന് പറഞ്ഞു. സംസാരിച്ചു. അതുകൊണ്ട് അല്ലെന്നാ ഞാനത് പറഞ്ഞ വെണ്ണയുടെ കാര്യം പറഞ്ഞപ്പോ ഞാനത് പറഞ്ഞാണത്. അല്ലാണ്ട് പ്രത്യേകിച്ച് തോന്നൂലല്ലേ ഇവിടെ ബ്രെഡ്. മനസ്സിലായില്ലേ? മനസ്സിലായി. കാപ്പിനെ കണ്ടേ, കാപ്പി ആർക്ക് വേണം? ഇത് ക്യാമറമാനോന്. ഇത് കഴിച്ചിട്ട് മതി അടുത്ത പരിപാടി കേട്ടാ. ഇതെങ്ങാൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കടാ. കഴിച്ചോ, നല്ല ടേസ്റ്റാ സാധനം. ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അടുത്തത് വെച്ചുട്ടാ. സരിദിക്കലാണ് കേട്ടത്. എനിക്ക് വേണമെങ്കിൽ എടുത്തോ, ഒരെണ്ണം കൂടി ഉണ്ട്. എടുത്തോ, അത് വേണമെങ്കിൽ എടുത്തോ. ഞാൻ ലാസ്റ്റ് ഞാൻ എടുത്തോളാം. ജഗ്ഗുന അച്ഛനാ ഇതിന് ആർക്ക് വേണ്ട എടുത്തോ. ഇത് ലാസ്റ്റ് കേട്ടാ. ഇത് നമ്മുടെ ലാസ്റ്റ് പാത്രം എടുത്തു. നമുക്ക് ചായ വെക്കാം. ഇതില് ചായ വെക്കണ, ചായ കുടിക്കാൻ തോന്നുന്നുണ്ടാ?
ടേസ്റ്റ് ഉണ്ട് കേട്ടാ. നിങ്ങളെല്ലാവരും പറഞ്ഞപ്പോഴും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇപ്പം അട തന്നെ ഉണ്ടോ എനിക്ക്? അട ചൂടാറി. എൻ്റെ ദൈവമേ, എന്തൊക്കെ ചെയ്യണം. അത് കട്ട് ചെയ്തോ പകുതി? ഇത് നല്ല. ആഹാ, ഈ അട ഞാൻ മുഴുവൻ തിന്നു കേട്ടാ. ഈ അട ഞാൻ മുഴുവൻ തിന്നു. എനിക്ക് ചായ വേണ്ട, നിങ്ങൾ ചായ ഉണ്ടാക്കി വാ. എനിക്കും വേണ്ട ചായ. ജഗ്ഗുവിന് പിന്നെ എപ്പോൾ വേണമെങ്കിൽ ചായ കൊടുത്താലും കുടിച്ചോളും അല്ലേ? ജഗ്ഗു ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പം നമ്മളിപ്പോൾ ഈ സാധനം ഉണ്ടാക്കി, 2 സാധനം ഉണ്ടാക്കില്ലോ. ഇതിൽ ഏറ്റവും ടേസ്റ്റ് ഈ അടയാണ്, അതിനേക്കാളും സാൻഡ്വിച്ചിനേക്കാളും. അതെ, പിന്നീടുണ്ട് അതെ. അമ്മച്ച എനിക്ക് അതിൽ നിന്ന് ഇത്തിരി വേണം. ഇതിന്റെ വേറെ ടേസ്റ്റ്, അത് വേറെ ടേസ്റ്റ് ആയിരിക്കും. ചായ വയ്ക്കാൻ പോവാട്ടോ. ചായ എനിക്കും ചേട്ടനും വേണ്ട ചായ, ജഗ്ഗുനും ഇതിനാണ് വേണ്ടത്. അപ്പോൾ 2 ഗ്ലാസ് ചായ ഞാൻ വെക്കാൻ പോവാണ്. 1 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് വെള്ളം. ഇതിലേക്ക് പഞ്ചസാര ഇടുന്നു. 2 ഗ്ലാസ്. എനിക്ക് ഈ 2 കപ്പ് ചായയിലേക്ക് ഇതുകൊണ്ട് 3 സ്പൂൺ പഞ്ചസാരയാണ് കണക്ക്. നമ്മൾ ഈ ചായ ഉണ്ടാക്കുന്നവരൊക്കെ മുന്നേ ഇതൊക്കെ ഇടയിലിടയിൽ തിന്ന് കഴിച്ചു. കാരണം കാണുന്നവർക്ക് ചിലപ്പോൾ അത് ഒരു സുഖകരമല്ലാത്തൊരു ഇതായിട്ട് തോന്നും. പക്ഷെ സാധാരണ യൂട്യൂബേഴ്സ് എല്ലാം ഉണ്ടാക്കി വെച്ച് ഒക്കെ ഇങ്ങനെ ഇരിക്കണം, നല്ല ഭംഗിയിൽ വെച്ച് പ്രത്യേക സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് തമ്പനയിലുള്ള ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ടേസ്റ്റ് ചെയ്യുക. ടേസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും കാണിക്കണം എന്നൊന്നുമില്ല. കാണിക്കുന്നവർ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മൾ എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാണ്. അല്ലാണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ ക്ഷമയില്ലാണ്ടല്ലോ അല്ല ചേട്ടാ. തിന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, ഓരോന്നിനോട് സമയമുണ്ടല്ലോ. ആ സാൻഡ്വിച്ച് ഒക്കെ ചൂട്ടോടെ കഴിക്കണ്ടേ. അട സൂപ്പർ സാധനം. ഒരു അട അവിടെ ഇരിക്കണ്ട, സരിതിക്കലാണ് കേട്ടാ. വേണമെങ്കിൽ കഴിച്ചോ, നിതിൻ കഴിച്ചോ വേണമെങ്കിൽ. ജഗ്ഗുനും എനിക്ക് ഇഷ്ടമില്ല അട, ഇഷ്ടമില്ലേ? അടയോട് താല്പര്യം അവർക്ക്. മറ്റേ സാധനം അടിപൊളിയല്ലേ സാൻഡ്വിച്ച്? 3 റോസസ് ചായയിലാണ് കേട്ടാ. ചായ ഇട്ടു. ഇല്ല, ചൂടില്ല. ഞാൻ പിടിച്ചേക്കണ കണ്ടിട്ട് മനസ്സിലായില്ലേ ചേട്ടന്? അത് ചിലപ്പോ ഇവിടെ ചൂടുണ്ട്, ഇവിടെ ചൂടില്ല. ചായ തിളക്കാനായിട്ട് എത്ര സമയം വേണം? അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ചായ വെക്കാനായിട്ട് 2 ചായ അല്ലെങ്കിൽ 3 ചായ വെക്കാനായിട്ട് ഇത് മതി. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ചെറിയ കുടുംബത്തിന് പറ്റിയ പാത്രങ്ങളാണ് ഇതെല്ലാതും. ആവശ്യത്തിനുള്ള കടുപ്പമായിരിക്കുന്നു. ഒരു ചായ ഇതിന്, ഒരു ചായ ജഗ്ഗുവിന്. ജഗ്ഗുവിൻ്റെ ചായ ഇത്തിരി ഞാൻ കുടിക്കും. എനിക്കൊരു ചായ ഫുള്ളായിട്ട് വേണ്ട. ഓക്കെ. അപ്പോൾ ഈ ഇൻഡസ് വാലിയുടെ പാത്രങ്ങൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പാത്രങ്ങളൊന്നും ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ 2 സാധനങ്ങളും അത്യുഗ്രമായ സാധനങ്ങളാണ്. അതിൽ അടയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ മറ്റേത് ചേട്ടൻ 2-3 എണ്ണം കഴിച്ചല്ലോ സാൻഡ്വിച്ച്. അല്ലാന്ന്, അട ഒരു വികാരം തന്നെയാണ് നമ്മുടെ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ചായക്ക് പിന്നെ പ്രത്യേകതയൊന്നുമില്ല. ചായ ഇപ്പൊ ഏത് പാത്രത്തിൽ വെച്ചാലും കണക്ക് തന്നെയാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ചായ എല്ലാവരും ടേസ്റ്റ് ഉണ്ടെന്ന് പറയാറുണ്ട്, കുടിക്കണവര് നല്ല ചായ പറയാറുണ്ട്. നമുക്ക് പറ്റിയതേ, നമുക്ക് 3 ചായ ഉണ്ടാക്കാനായിട്ട് പറ്റിയ പാത്രമാണ്. ഞാൻ വിചാരിച്ചു എന്റെ ചായനെ കുറിച്ചിട്ട് ചേട്ടൻ എന്തോ പറയാൻ വരാം. ചേട്ടൻ ആ പാത്രത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു കൊടുത്തത്. സോറി. അല്ല, ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത്. അതെ അതെ, വെറുതെ നുണ പറയാൻ പാടില്ല. അത് കിടന്നോട്ടെ. അപ്പൊ നമുക്ക് നിർത്താം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വൈകുന്നേരം ആശംസിച്ചുകൊണ്ട് ശുഭ നിദ്ര, സുഖ നിദ്ര, ഗുഡ് നൈറ്റ്.